ഈ ഒരു സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടാലോ. ബാക്ക് വശം നോക്കുമ്പോൾ വലിയൊരു സ്റ്റാറും മുൻവശം നോക്കുമ്പോൾ ചെറിയൊരു സ്റ്റാറും ആണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ പായോ. A4 ഷീറ്റ് ഒരു 6 എണ്ണം എടുക്കുക. കളർ പേപ്പർ എടുത്തിട്ടുള്ള A4 ഷീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് A4 ഷീറ്റ് എടുക്കാം. ഞാൻ ഇപ്പോൾ കളർ പേപ്പർ എടുത്തിട്ടുള്ളത്, അത് ഫുൾ റെഡ് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ സെൻറ്റർ ഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നിവർത്തിയതിന് ശേഷം വെർട്ടിക്കലായി നടുഭാഗം നോക്കി ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പാർട്സ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു ഭാഗം നമ്മളിപ്പോൾ വീഡിയോയിലുള്ളതുപോലെ ഈ ഒരു ഭാഗം നടുമടക്കി കൊടുക്കുക. അപ്പം നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 2ആയി ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ആദ്യത്തെ ഭാഗം ഒന്ന് നടുമടക്കി കൊടുക്കുക. മടക്കിയിട്ടുള്ള വരയ്ക്ക് അനുസരിച്ചിട്ട് വേണം മടക്കുകളൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡുള്ള ഭാഗത്ത് ടോട്ടൽ 2 മടക്കാണ് ഉള്ളത്. അപ്പോൾ 3 മടക്കാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും നമ്മൾ മടക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ നടുഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് 2 വശത്തും ഇതേപോലെ പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് കൂട്ടി ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. സെൻറ്ററിൽ കൂടെ ഒരു വര പോകുന്നുണ്ട്, നമ്മൾ മടക്കിയതിൻ്റെ ഒരു അടയാളമാണ്. ആ സെൻറ്ററിൽ കൂടെ ആ വര പോണതിൻ്റെ രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. വരച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ആ ഒരു വരൻ്റെ മേൽഭാഗത്തുനിന്ന് അളക്കണേ. ലെഫ്റ്റ് സൈഡിൽ 12 സെൻറ്റിമീറ്ററും റൈറ്റ് സൈഡിൽ 8 സെൻറ്റിമീറ്ററും നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ പേപ്പറിലും നമ്മൾ എത്ര പേപ്പറാണ് എടുത്തിട്ടുള്ളത് അത്രയും പേപ്പറിൽ ഇതൊന്ന് വരച്ചെടുക്കണേ. 6 പേപ്പർ എടുത്തിട്ടുള്ളത്, മിനിമം 6 എണ്ണം വേണം. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്ത് വെട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം വരച്ച് വെച്ചൊരു വരയുണ്ടല്ലോ, ആ വരൻ്റെ മുകളിൽ കൂടെ പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് അടിയിൽ കൂടെയും ഇതുപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. അത് ഒട്ടിക്കുമ്പോൾ എല്ലാം ഒരേ ക്രമത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുക. വെട്ടുമ്പോഴായാലും ഒട്ടിക്കുമ്പോഴായാലും നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് അതുപോലെ എല്ലാ പേപ്പറും വെട്ടി ഒട്ടിച്ചതിന് ശേഷം സെൻറ്ററിൽ കൂടെ ഒരു നൂലിട്ടിട്ട് വേണം നമുക്ക് തൂക്കിയിടാനായിട്ട്. ഒരു നൂലിടാൻ വേണ്ടിയിട്ട് പശ തേച്ചിട്ട് നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ. പിന്നെ 2 വശവും കൂടിയിട്ട് നമുക്കൊന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണേ. ഈ ഒരു ഇവിടെ വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒട്ടാൻ വേണ്ടി ഇത്തിരി സമയമെടുക്കും, അതുകൊണ്ട് പതുക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ അതേ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്റ്റാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ മറക്കല്ലേ.